There was no one on this earth to write the history of my race in the olden days. പണ്ടുകാലത്ത് എൻ്റെ ജാതിയുടെ ചരിത്രം എഴുതാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വാട്ട് എ പിറ്റി. എന്തൊരു കഷ്ടമാണത്. തിങ്ക് ഓഫ് ഇറ്റ്. യു ആർ ഫീൽഡ് വിത്ത് റിഗ്രറ്റ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്ക് സങ്കടം തോന്നും. ലെറ്റ് മീ ആഡ് സംതിങ് ഇൻ മൈ ഓൺ മെലഡി. എൻ്റെ സ്വന്തം പാട്ടിൽ കൂടി എൻ്റെ ജാതിയെപ്പറ്റി ഞാൻ എന്തെങ്കിലും ഒന്ന് പറയട്ടെ. ദ സ്റ്റോറി ഓഫ് എ പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ കേരള. എന്നുവെച്ചാൽ പണ്ടുകാലം മുതലേ കേരളത്തിൽ താമസിച്ചിരുന്നവരാണ് ഇതെഴുതാൻ. സിൻസ് ദ ഏൻഷ്യൻ്റ് ടൈംസ് ആൻഡ് ഹൗ ദേ ബിക്കെയിം ഡെമൺസ്. പക്ഷേ അവരെ ഇപ്പോൾ പിശാചുക്കളായിട്ടാണ് പലരും കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ അവരെ പറ്റി ആരും മൈൻഡ് ചെയ്യുന്നില്ല. അവർക്ക് ഒരു പരിഗണനയും കിട്ടുന്നില്ല. ഐ ഹാവ് നോ ഷെയിം ടു സേ ദ ഫോൾസ് ഓഫ് മൈ കാസ്റ്റ്. എൻ്റെ ജാതിയുടെ കുറവുകൾ പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ദോ ആൾ ബ്ലെയിം മീ ഹൂ ഈസ് എ കഴ്സ്ഡ് ഓഫ് സ്പ്രിങ് ഓൺ എർത്ത്. എൻ്റെ ജാതിയുടെ കുറവ് പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. ഞാനൊരു നശിച്ച സന്തതിയാണ് എന്ന രീതിയിലാണ് ആൾക്കാർ എന്നെ കുറ്റപ്പെടുത്തുന്നത്. അപ്പം ചരിത്ര പുസ്തകങ്ങളിലൊന്നും എൻ്റെ ജാതിയെപ്പറ്റി എഴുതിയിട്ടില്ല. പണ്ടുകാലത്ത് ഒരു ചരിത്രകാരനും അത് എഴുതാനായിട്ട് അതിന് സന്നദ്ധത എടുത്തിട്ട് പോലുമില്ല. ആരും മുൻപോട്ട് വന്നിട്ടില്ല. എപ്പോഴും എൻ്റെ ജാതിയെപ്പറ്റി എല്ലാവരും പറയുന്നത് ഞങ്ങളെ ഒരു പിശാചുക്കളെ പോലെ, അല്ലെങ്കിൽ ഞങ്ങളെ മാറ്റി നിർത്തിയിരിക്കുകയാണ്, ഞങ്ങളൊരു നശിച്ച ജന്മമാണ് എന്നാണ് പറയുന്നത്. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ആൾ ബ്ലെയിം അസ് ടിൽ ദ എൻഡ് ഓഫ് എർത്ത് ആൻഡ് സ്കൈ. ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും തുടക്കം മുതൽ അവസാനം വരെ അവർ കുറ്റം പറയും. എങ്ങനെയാണിത് സാധ്യമായത്? ഹൗ ക്യാൻ ഗോഡ് ഹു ഷേപ്ഡ് എവറിത്തിങ് അലൗ ദിസ് ടു ഹാപ്പൻ ഓൺ എർത്ത് ടുഡേ. ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എങ്ങനെയാണ് ദൈവം അനുവദിച്ചത്? അപ്പോൾ ജാതിയെ പറ്റിയുള്ള ഒരു വിഷമമാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ ഒരു ദളിത് കുടുംബത്തിൽ ജനിച്ച ആളാണ്. പിന്നെ അത് ക്രിസ്ത്യാനിറ്റിയിൽ മാറി. പക്ഷേ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയിൽ മാറിയിട്ടും അദ്ദേഹത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. രണ്ട് ജാതിയിൽ നിന്നപ്പോഴും ഒരേപോലെയുള്ള ബുദ്ധിമുട്ടുകളാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി പോലെ നമ്മൾ പറഞ്ഞാൽ ദ പോയിറ്റ് വാണ്ട്സ് ടു റൈറ്റ് അബൌട്ട് ഹിസ് റേസ് and the injustices and the brutalities the Dalits were subject to. He looked into all the history books of the world, but not a single letter was seen in them about the race of the poet. ഈ ഹിസ്റ്ററി ബുക്ക് പരിശോധിച്ചാൽ ഈ ദളിതരെ പറ്റി ഒരു വാചകം പോലും ഇല്ല. സോ മെനി ഹിസ്റ്റോറീസ് ആർ സീൻ ഓൺ സോ മെനി റേസസ്. പല ജാതിക്കാരെ പറ്റി എഴുതിയിട്ടുണ്ട്. പൊയ്കയിൽ അപ്പച്ചൻ വാസ് ബോൺ ഇൻ ടു എ ദളിത് ഫാമിലി ആൻഡ് ഹി സഫേർഡ് എ ലോട്ട് ആസ് എ ദളിത്. അദ്ദേഹം ജനിച്ചത് ഒരു ദളിത് കുടുംബത്തിലാണ്. അതുകൊണ്ട് ഒരുപാട് സഹിക്കേണ്ടി വന്നു ജീവിതത്തിൽ. സോ ഹി ജോയിൻഡ് മാർത്തോമ ചർച്ച് ആൻഡ് ചേഞ്ച് ഹിസ് നെയിം കോമരൻ ടു യോഹന്നൻ. അതുകൊണ്ടാണ് അദ്ദേഹം ജാതി മാറിയത്. ഹി തോട്ട് ഹി വുഡ് ബി വെൽ അക്സെപ്റ്റഡ് ഇൻ ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. അദ്ദേഹം എന്താ വിചാരിച്ചത്? ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ചെല്ലുമ്പോൾ അവർക്കൊരു അക്സെപ്റ്റൻസ് കിട്ടും, അവർ സ്വീകാര്യത ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. ബട്ട് സൂൺ ഹി ഡിസ്കവർഡ് ദാറ്റ് ഈവൻ ഇൻ ദ ചർച്ച് ദ ന്യൂ കൺവേർട്സ് വെയർ മാർജിനലൈസ്ഡ്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ചർച്ചിൽ ചെല്ലുമ്പോഴാണ് ഈ കൺവേർട്ടായിട്ട് വന്നവരെ, ഈ ജാതി മാറി വന്നവരെ അവിടെ തന്നെ മാർജിനലൈസ് ചെയ്യുന്നു, ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, അവരെ മാറ്റി നിർത്തുന്നു. ഹി ഫീൽസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് പിറ്റി ദാറ്റ് ദർ വാസ് നോ വൺ ഓൺ ദിസ് എർത്ത് ടു റൈറ്റ് ദ ഹിസ്റ്ററി ഓഫ് ഹിസ് റേസ് ഇൻ ദ ഓൾഡൻ ഡേയ്സ്. പണ്ടുകാലം മുതൽ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്നു ഈ ദളിതരെ പറ്റി എഴുതാനും അവരുടെ വിഷമങ്ങൾ ലോകത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും. ഇൻഫാക്ട് നോബഡി തോട്ട് ഓഫ് ദി ദളിറ്റ്സ് ആസ് പേഴ്സൺസ്. അവരെ മനുഷ്യരായിട്ട് കണ്ടിട്ടില്ല. Enough even to mention them in the history books. These are the things he wanted to write about. ഇതായിരുന്നു പൊയ്കയിൽ അപ്പച്ചനെ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ പൊയ്കയിൽ അപ്പച്ചൻ്റെ വിഷമം എന്തായിരുന്നു? ദളിത് കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിനെ മാറ്റി നിർത്തപ്പെട്ടു. അതുപോലെ അവരുടെ അവകാശങ്ങളെല്ലാം തിരസ്കരിക്കപ്പെട്ടു. അതാണ് നമ്മുടെ ലെസൺ, നമ്മുടെ പോയം പറയുന്നത്. ഓക്കെ ചിൽഡ്രൻ, ഹാവ് എ ഗുഡ് ഡേ. ബൈ.